നമ്മൾ എത്രയോ സ്ഥലത്ത് ഈ കേസ് കൊടുത്തതാണ്, ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, എന്നിട്ട് പോലും അവർ പരിഗണിക്കുന്നില്ല. അവസാനം കോടതി പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചോ. ഇതെന്തൊരു നീതിയാണ് ശരിക്കും? ഫോറസ്റ്റ് അല്ല സ്ഥലം, ഫോറസ്റ്റിൽ കയറി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കോലാഹലം പ്രശ്നം മൊത്തം ഉണ്ടാവുന്നത്. എന്നിട്ട് അവസാനം കോടതി തന്നെ അത് ഫോറസ്റ്റ് അല്ല എന്ന് തെളിയിച്ചു. ആ ജോഗിയണ്ണന്റെ കേസ് എന്തായിക്കോട്ടെ, ഒരു മർഡർ അല്ലേ, ഒരു സാധാ പെറ്റി കേസെങ്കിലും സ്വീകരിക്കണ്ടേ? ആദിവാസികൾക്ക് ഭൂമിയില്ലാന്നും അവർ കഷ്ടപ്പാടാണ് ദുരിതമാണെന്നൊക്കെ അറിയിക്കുന്നത് മുത്തങ്ങ സമരമാണ്. അതിലുപരി ആദിവാസികൾക്ക് ആരാണ് സപ്പോർട്ടിങ് ആരാണ് അല്ലാത്തത് എന്നുള്ള ഒരു തിരിച്ചറിവ് ആദിവാസിക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് തീണ്ടാപ്പാട് അകലെയാണ് ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഈ സംവിധാനത്തിൻ്റെ ഒക്കെ അകലെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ CPM പോലെയുള്ള ഒരു പ്രസ്ഥാനം നമ്മളെ പോലെയുള്ള ആക്രമിക്കുന്നതിൽ അവരാണ് കൂടുതൽ. ഒരു ചെറിയ ജീവി ചത്താ പോലും അതിനെതിരെ പ്രതികരിക്കുകയും അതിനെതിരെ കേസ് നടത്തുകയും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ലോകത്ത് ജോഗി അവിടെ വെടിയേറ്റ് മരിച്ചിട്ട് ആ കേസൊന്ന് രജിസ്റ്റർ ചെയ്യാൻ, അത് ആദിവാസി വിരുദ്ധ കൊടിയ നിലപാടിന്റെ ഒരു ദൃക്സാക്ഷി എന്ന് വേണം നമുക്ക് അതിനെ പറയാൻ. നമ്മൾ എത്രയോ സ്ഥലത്ത് ഈ കേസ് കൊടുത്തതാണ്, ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, എന്നിട്ട് പോലും അവർ പരിഗണിക്കുന്നില്ല. അവസാനം കോടതി പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചോ. ഇതെന്തൊരു നീതിയാണ് ശരിക്കും? ആദിവാസികളോട് എന്തിനാണ് ഇത്ര ക്രൂരമായിട്ടുള്ള അവഗണന കാണിക്കുന്നത്? ഒരു മരിച്ച ആളോട് പോലും. ഈ പൊതുബോധം എന്താണ് ശരിക്കും? ഈ രാഷ്ട്രീയ ജീർണതയൊക്കെ ഭയങ്കര അപകടം പിടിച്ചതല്ലേ ശരിക്കും? ഈ ഒറ്റ സംഭവത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കിക്കൂടെ? ജുഡീഷ്യറി പോലും ആദിവാസികളോട് അവഗണിക്കുന്നു. അതല്ലേ ശരിക്കും ഇതിൽ കാണുന്നത്. ഇപ്പൊ വേറൊന്നും വേണ്ട, ഞങ്ങളുടെ ഈ കേസ് നടന്നിട്ട് ഇന്ന് 21 വർഷമായി. 21 വർഷമായിട്ട് ഈ മനുഷ്യരെ ഇങ്ങനെ നടത്തുക, ഈ കേസും കൊണ്ട് നടത്തുക എന്ന് പറയുമ്പോ ഇത് ഏത് ലോകത്ത് നടത്തുന്നതാ? ഇത് ഏത് യുഗാണ്ട ലോകാ ശരിക്കും? ഇവിടെയാണ് എന്ത് ജനാധിപത്യം ഉള്ളത്? എന്ത് ബോധം ഇവിടെ ഉള്ളത്? എന്ത് സാമൂഹ്യ ബോധം ഉള്ളത്? ഇത്ര വർഷമായിട്ട് അത് വേറെ ഒരു സംരംഭമല്ല. പ്രകൃതിയിൽ പിറവിയെടുത്ത് മണ്ണിൽ ജനിച്ചു പോയത് കൊണ്ട് മണ്ണിൽ ജീവിക്കാനുള്ള മൗലിക അവകാശത്തിന് വേണ്ടി ഒരു സമരം നടത്തിയിട്ട് ഇത്ര വർഷമായിട്ട് ഞങ്ങളൊക്കെ ആ കേസിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. എത്രയോ പേര് മരിച്ചു. ഇപ്പോ ആ മരിച്ചവരുടെ കേസ് തീർന്നു, ഞങ്ങൾ മരിച്ചിട്ടില്ല. ഇപ്പോഴും ആ കേസ് ഞങ്ങൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഇതിന്റെ ഭാഗമായിട്ട് 2 കേസുണ്ട്. അല്ല, ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കിയ പോരെ? ആദിവാസികളോട് എങ്ങനെയാണ് ഈ പൊതുസമൂഹം, പൊളിറ്റിക്സ്, ഭരണാധികാരികൾ എങ്ങനെയാണ് കാണുന്നതെന്ന് ഇത് മാത്രം ഉദാഹരണത്തിന് എടുത്താൽ മതി. 21 വർഷമായിട്ട് ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് എന്തെങ്കിലും അത് ഫോറസ്റ്റ് അല്ല എന്ന് പോലും കോടതി തെളിഞ്ഞ് വെറുതെ വിട്ട കേസ്. ഫോറസ്റ്റ് അല്ല സ്ഥലം, ഫോറസ്റ്റിൽ കയറി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കോലാഹലം പ്രശ്നം മൊത്തം ഉണ്ടാവുന്നത്. എന്നിട്ട് അവസാനം കോടതി തന്നെ അത് ഫോറസ്റ്റ് അല്ല എന്ന് തെളിയിച്ചു. എന്നിട്ടും ആ കേസ് ഇപ്പൊ ഇത്ര കാലമായിട്ടും ഇനി ഞാനൊക്കെ മരിക്കുന്നിടം വരെ ഇത് നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരും മരിച്ചവരുടെ കേസ് തീർന്നു, ഞങ്ങൾ ജീവനോടെ ഉണ്ട്, ഞങ്ങളുടെ കേസ് ഇപ്പോഴും നടക്കുക. ഇത് തന്നെ ഒരു ആദിവാസികളോട് കാണിക്കുന്ന വിവേചനവും അവഗണനയും അകറ്റി നിർത്തലും അയിത്തവും ജാത്യതയും ഒക്കെ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടില്ലേ ഈ ഒറ്റ കാര്യത്തിൽ തന്നെ? ആ ജോഗിയണ്ണന്റെ കേസ് എന്തായിക്കോട്ടെ, ഒരു മർഡർ അല്ലേ,
ഒരു സാധാ പെറ്റി കേസെങ്കിലും സ്വീകരിക്കണ്ടേ? പരാതി കൊടുത്തിട്ട് പോലും എടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ 6 വർഷം ഈ കേസ് നടത്തിയത്. 6 വർഷം കേസ് നടത്തിയിട്ട് വിധി പറയാൻ 3 വർഷത്തേക്ക് മാറ്റി 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 വെച്ചിട്ട് അവസാനം പറയുന്നത് നിങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാന്ന്. ഞങ്ങളെ മനുഷ്യരായിട്ടേ പരിഗണിച്ചിട്ടില്ല. ഞങ്ങളെ യഥാർത്ഥ മനുഷ്യരായിട്ട് പരിഗണിക്കണം. അപ്പൊ മാത്രമേ ഞങ്ങൾക്ക് ജുഡീഷ്യറിയുടെ നീതിയും അല്ലാത്ത സംവിധാനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. മനുഷ്യാവകാശ കമ്മീഷന് ഞങ്ങൾ എത്രയോ പരാതി കൊടുത്തതാണ്. അവരുടെ സിറ്റിംഗ് 2 റൗണ്ട് നടത്തി. 2 റൗണ്ടിലും കെട്ടുകണക്കിന് പരാതി അവർക്ക് കൊടുത്തത്. സമരത്തോടുള്ള മനോഭാവം ആളുകൾക്ക് മാറിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ആളുകൾ സമരത്തിലേക്ക് വരും. പക്ഷേ എല്ലാവരും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാ. അപ്പോൾ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ എപ്പോഴും ആളുകൾക്ക് സമരരംഗത്ത് നിൽക്കാൻ പറ്റില്ല. ഒരു സമയത്ത് അവർ നിന്നാൽ ആ നിന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ തിരിച്ചു വരുമ്പോൾ നേരിടുന്നുണ്ട്. അതിനെ ഒന്ന് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടി പാടുപെടുക. അതുകൊണ്ട് രണ്ടാമത് അവരെ അങ്ങനെ പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതം മുമ്പോട്ട് പോകണ്ടേ. അപ്പോൾ സമരത്തിനൊക്കെ ആളുകൾ റെഡി. ഇപ്പോൾ അതിനുശേഷം ബത്തേരിയിൽ വെച്ച് നടന്ന സമരം, അന്ന് മേധാ പട്കറും ബി ഡി ശർമ്മയൊക്കെ വന്നിരുന്നു. മുഴുവൻ ആളുകളും വന്നിട്ടുണ്ടായിരുന്നു സമരത്തിന്, ഒരാൾ പോലും നിൽക്കാതെ. കേസിൽ മർദ്ദനമേറ്റവരും ഏക്കാത്തവരും ഇതിനകത്ത് പങ്കെടുത്തവരും മുത്തങ്ങ സമരത്തിനകത്തുണ്ടാവും ഒരാൾ പോലും ഇല്ലാതെ മുഴുവൻ ആളുകളോ വന്നത്. അങ്ങനെ അവരുടെ മനോഭാവത്തിന് മാറ്റം ഉണ്ടെങ്കിൽ അവർ വരില്ലല്ലോ ശരിക്കും. അതിനുശേഷവും ഭൂസമരം നടന്നിട്ടുണ്ട്, അതിലേക്കും ഈ ആളുകൾ വന്നിട്ടുണ്ട്. ആളുകൾക്ക് ഇതല്ലാതെ വേറെ മാർഗവുമില്ല. ഞങ്ങൾക്കൊന്നു അവസാനത്തെ ഗതികേടിൽ നിന്നിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്, വേറെ മാർഗമില്ലാത്തതുകൊണ്ട്. അതല്ലാതെ ആളുകൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ. അവരെ ഇട്ടിട്ട് ഞാനും ഒളിവിൽ പോയിട്ട് തിരിച്ചു വരുന്നതല്ലല്ലോ. അവർക്ക് എന്നെ കാണുമ്പോഴാണ് സങ്കടം. ചേച്ചി, അവര് ഇപ്പോ പ്രായമായ അമ്മ പോലും എന്നെയൊക്കെ ചേച്ചി എന്നാ വിളിക്കുക. അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിളിക്കും. അത് നിങ്ങൾ അങ്ങനെ വിളിക്കണം, നിങ്ങൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാ, അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ പേരക്കുട്ടിയുടെ പ്രായമേ ഉള്ളൂ, പക്ഷെ എന്നാലും ഞങ്ങൾ ചേച്ചിനെ വിളിക്കുള്ളൂ. എന്നിട്ട് അവരൊക്കെ നമ്മളോട് പറഞ്ഞു, ചേച്ചി മരിക്കാതെ ജീവനോടെ വന്നല്ലോ, അതും മതി ഞങ്ങൾക്കെന്ന്. അങ്ങനെ അവർ പറഞ്ഞത്. നമ്മളെ അല്ലാത്ത രീതിയിലൊന്നും ആദിവാസികളാരും ചതിക്കുകയും വഞ്ചിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് പണ്ടേ ഉറപ്പാണ്, അതിപ്പോഴും ഉറപ്പാണ്. ഒരാൾ പോലും നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു വാക്ക് പറയാ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് പറയാ, ഒന്നും അങ്ങനത്തെ ഒരു വാക്ക്. ഞങ്ങൾക്ക് ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ വന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ആ ഒരു വാക്കാ പറഞ്ഞത്. അത് ലോകം മാതൃകയാക്കേണ്ട ഒരു സാധനം കേട്ടോ. എല്ലാ സമരം നടക്കുമ്പോഴും അയാളുടെ പ്രേരണ കൊണ്ടാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ, അവർക്ക് ഈ ഒരടി കുറയ്ക്കാൻ വേണ്ടിയെങ്കിലും അങ്ങനത്തെ ഒരു വാക്ക് പറയും. പക്ഷെ ഞങ്ങളുടെ ആളുകൾ ഒരാൾ പോലും അങ്ങനെ പറഞ്ഞില്ല എന്നുള്ള, ഒരാൾ പോലും അത് പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ വീട്ടിലും പോയിട്ടുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. ഇപ്പോഴും പറ്റുമ്പോൾ പോകും, ആ കാണുന്നുണ്ട്. മുത്തങ്ങ സമരം എന്നെ സംബന്ധിച്ചോളം 100% വിജയമുള്ള ഒരു സമരമാണ്. മുത്തങ്ങ സമരം ആണ് ഈ ലോകരാഷ്ട്ര തലത്തിൽ ഈ കേരളത്തിലെ ആദിവാസികൾ ഭൂരഹിതര് എന്നൊക്കെ അറിയുന്ന ഒരു സമരമായി മാറുന്നത് മുത്തങ്ങ സമര. എല്ലാ തരത്തിലും ആദിവാസികൾക്ക് ഭൂമിയില്ല എന്നും അവർ കഷ്ടപ്പാടാണ്, ദുരിതമാണെന്നൊക്കെ അറിയിക്കുന്നത് മുത്തങ്ങ സമരമാണ്. അതിലുപരി ആദിവാസികൾക്ക് ആരാണ് സപ്പോർട്ടിങ്, ആരാണ് അല്ലാത്തത് എന്നുള്ള ഒരു തിരിച്ചറിവ് ആദിവാസിക്ക് ഉണ്ടായി എന്നുള്ളത്, അത് ശരിക്കും വലിയ ഒരു നേട്ടമാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ്, അത് വർഷങ്ങളോളം ട്രെയിനിങ് കൊടുത്താൽ അത് കിട്ടില്ല. പക്ഷെ ആ ഒറ്റ സമരത്തിലെ ആളുകൾക്ക് അത് ഉണ്ടായി എന്നുള്ളതാണ്. അതൊരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ അതിനെ ശരിക്കും കാണുന്നത്.
മുത്തങ്ങ സമരത്തിൽ നിന്നും പഠിക്കുന്ന പാഠം നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളതാണ് ഒരു വലിയ പാഠം. നമുക്ക് വേറെ ആരുമില്ല, നമുക്ക് നമ്മളെ ഉള്ളൂ, നമ്മളെ ആരും പരിഗണിക്കുന്നില്ല. ജനാധിപത്യവും സംവിധാനവും ഒക്കെ പറയുമെങ്കിലും നമ്മളൊക്കെ ഒരുപാട് തീണ്ടപ്പാട് അകലെയാണ് അതിൻ്റെ എന്നുള്ളതൊക്കെ ഒരു തിരിച്ചറിവ് ഈ സമരത്തിലൂടെയാണ്. ഒരുപാട് തീണ്ടാപ്പാട് അകലെയാണ് ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഈ സംവിധാനത്തിൻ്റെ ഒക്കെ അകലെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ പരിസരത്ത് പോലും നമ്മളൊന്നും വന്നിട്ടില്ല എന്ന് ഇതിലൂടെയാണ് നമ്മളൊക്കെ ശരിക്കും ഞാനൊക്കെ തിരിച്ചറിയുന്നത്. ഇല്ല, ഇപ്പോൾ നമ്മൾ നടത്തിയ സമരങ്ങളൊന്നും തന്നെ പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സമരങ്ങളും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് പ്രയോജനമായോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഓരോ സമരങ്ങളും നടന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങളും സംവിധാനവും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടില്ല, പക്ഷേ അല്ലാത്ത ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നേട്ടം തന്നെയാണല്ലോ ശരിക്കും. ഇപ്പോൾ എക്കാലത്തും അങ്ങനെ തന്നെയാണല്ലോ നടക്കുക. സമരം ചെയ്യുന്നതും ഇതിൻ്റെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്കൊന്നും അവസാനം വരെ ഒന്നും ഉണ്ടാവില്ല, അല്ലാത്ത ആളുകൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. ആ രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്നും ഈ കാര്യങ്ങളിൽ ഇടപെടണം അങ്ങനെയുള്ള ഒരു കുറേ സംവിധാനങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധിച്ചുണ്ടായിട്ടുണ്ടല്ലോ ശരിക്കും എല്ലാ കാര്യത്തിലും. ഇപ്പോൾ അവസാനം നടന്ന നിൽപ്പ് സമരത്തിനകത്ത് എല്ലാ മനുഷ്യരും പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്ത് ജാതി മതം ഒന്നും നോക്കിയിട്ടില്ല. എല്ലാ മനുഷ്യരും, പ്രായമായവരും കുഞ്ഞുങ്ങളും അച്ഛനമ്മമാരും അല്ലാത്തവരും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ആ സമരത്തിനകത്ത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ വിജയമാണ്. അങ്ങനെ എല്ലാവരുടെയും മനസ്സ് അതിലേക്ക് കേന്ദ്രീകരിപ്പിക്കുക എന്ന് പറയുന്നത് അത് ചെറിയ സംഭവമൊന്നുമല്ല, വലിയ നേട്ടങ്ങളാണ് ശരിക്കും അതൊക്കെ. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ വിശാലമായിട്ട് കാണുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ എപ്പോഴും ഒരു സ്വാർത്ഥതയുടെ ഭാഗത്ത് നിന്ന് എനിക്കെന്ത് എന്ന് പറയുന്നിടത്താണ് നമുക്ക് പരാജയം ഉണ്ടാവുന്നത്. നമ്മൾ എന്ന് പറയുന്നിടത്ത് എപ്പോഴും വിജയം തന്നെയാണുള്ളത്. എനിക്കെന്ത് വ്യക്തിപരമായിട്ട് എന്ന് പറയുന്നിടത്ത് അത് പരാജയമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ എന്ന് പറയുന്നിടത്ത് അതൊരു വിജയം തന്നെയാണ് എല്ലാ തലത്തിലും. പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുടെ ഒരു തുടക്കങ്ങളൊക്കെ ആയിട്ട് അത്തരം സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അതൊരു വിജയമാണല്ലോ ശരിക്കും. നമ്മളെപ്പോഴും ഒരു സമരത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ ആളുകൾക്കും ആ സമരത്തിനകത്ത് ഇടപെടാനുള്ള ഒരു പേസ് നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ആളുകൾക്കും ഇടപെടാനുള്ള ഒരു പേസ് നോക്കുന്ന സമര രീതിയാണ് ശരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നിൽപ്പ് സമരമൊക്കെ അങ്ങനെയാണ്. എല്ലാ ആളുകൾക്കും അതിനകത്ത് ഇപ്പോൾ നിൽപ്പ് സമരം നടത്തിയപ്പോൾ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ രാവിലെ തൊട്ട് ഉച്ച വരെ നിൽക്കാതെ വർക്ക് ചെയ്തു. പക്ഷേ ആ നിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യമായിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇതിനകത്ത് സഹകരിക്കാനുള്ള ഒരു പേസ് ഉണ്ടാക്കുന്ന എന്ത് രീതിയാണോ ആ രീതി നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ സമരത്തിന് വേണ്ടി ഒരു സമരം എന്നുള്ളതല്ല, ആ സമരം കൊണ്ട് എല്ലാവർക്കും പ്രയോജനം, എല്ലാവർക്കും അതിനകത്ത് ഇൻവോൾവ് ആവാൻ കഴിയുന്ന എന്ത് രീതിയാണോ ഉള്ളത് ആ രീതി സ്വീകരിക്കും. അങ്ങനെയാണ് നിൽപ്പ് സമരമൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത്. നിൽപ്പ് സമരത്തിലൂടെ ഈ വീണ്ടും ഭൂമിയുടെ പ്രശ്നം അതിതെല്ലാം പരിഹരിക്കൽ തന്നെയാണ് ആ സമരത്തിലൂടെ. അതിലാണ് ഇപ്പോൾ ഈ മുത്തങ്ങയിൽ കയറിയ ആളുകൾക്ക് ഭൂമി കൊടുക്കാനുള്ള ഒരു കരാറുണ്ടാവുന്നത് നിൽപ്പ് സമരത്തിലൂടെയാണ്. മുത്തങ്ങയിൽ കയറിയ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമി കൊടുക്കാന്നുള്ള കരാറുണ്ടാവുന്നു. അതിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നിലയിൽ 283 കുടുംബങ്ങൾക്ക് ആദ്യമായിട്ട് സെലക്റ്റഡായി അവർക്ക് ഭൂമി കണ്ടെത്തി അവർക്ക് കൈവശ രേഖ 250ഓളം പേർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, ബാക്കി കൊടുത്തിട്ടില്ല. കൊടുത്തവർക്ക് പല ആളുകൾക്കും ഭൂമി ഏതാന്ന് കാണിച്ചു കൊടുത്തിട്ടില്ല. ഈ പ്ലോട്ട് കാണിച്ചു കൊടുക്കണ്ടേ, കൈവശ രേഖ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക പാക്കേജായിട്ട്, മുത്തങ്ങ സമരത്തിൻ്റെ പാക്കേജായിട്ട് നിൽപ്പ് സമരത്തിലൂടെ അതാണ് ശരിക്കും പ്രധാനമായിട്ടും നടന്നത്.
അവരെല്ലാം പൊളിറ്റിക്കൽ പാർട്ടികൾ എല്ലാ അവരവരുടെ നിലപാടിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്. പിന്നെ CPM പോലെയുള്ള ഒരു പ്രസ്ഥാനം നമ്മളെ പോലെയുള്ള ആക്രമിക്കുന്നതിൽ അവരാണ് കൂടുതൽ, ആക്രമിക്കാൻ കൂടുതൽ ദൊരയുള്ളവരവരാണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ ആളുകൾ മൊത്തം ഈ കൂടെ നിന്നവരാണ്. അവരിങ്ങനെ വ്യത്യസ്തമായിട്ട് മാറി വന്ന ഇവരുടെ പ്രസ്ഥാനത്തിനാണുള്ള ഒരു പ്രശ്നം. അതുകൊണ്ട് അവർ എങ്ങനെയും നമ്മൾ ഇല്ലാണ്ടാക്കാനുള്ള എല്ലാ പണിയും അവർ ചെയ്യും. ഇപ്പോൾ CPM എത്രയോ പ്രാവശ്യം ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. ഈസി ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. മുഴുവൻ ആളുകൾ അവരുടെ പുറകെ പോവുമല്ലോ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്തില്ല. അവർക്ക് ഈ മനുഷ്യരെ ഒരിക്കലും മനുഷ്യരായിട്ട് പരിഗണിക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് അവർ തന്നെ ഓരോ ടേണും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തങ്ങ സമരത്തിനകത്ത് അവർ മുത്തങ്ങ സമരത്തിൻ്റെ CD കാസറ്റ് ഓരോ കോളനിയിലും കൊണ്ടുപോയി ഇട്ട് TV കാണിച്ചിട്ടാണ് വോട്ട് പിടിച്ചത്. ആദിവാസികളെ ആക്രമിച്ചു, കൊല്ലുന്നു, അങ്ങനെ ചെയ്യുന്നു, കേസാക്കുന്നു, ഇതാക്കുന്നു, നമ്മളെ കൂടെ വന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ മാറ്റി തരുമെന്ന് പറഞ്ഞ് ആ മുത്തങ്ങലിൽ നടന്ന CD ഉണ്ടല്ലോ പോലീസിൻ്റെ നരനായാട്ടിൻ്റെ, ആ CD കൊണ്ട് ഓരോ കോളനിയിൽ ഇട്ട് കാണിച്ച് വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നിട്ട് മുഴുവൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് UDF ഗവൺമെൻറ് ചാർജ് ചെയ്യാതെ വെച്ച 2 കേസ് ചാർജ് ചെയ്ത് തരുക ചെയ്തത്. അത് ഫോറസ്റ്റ് ക്രൈമിലുള്ള 2 കേസുകളാണ്. അത് ചാർജ് ചെയ്തില്ല ഇവർ വന്നപ്പോൾ അതും കൂടെ ചാർജ് ചെയ്തു തന്നു.